നമസ്കാരം. വയനാട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ലീഗ് മറ്റൊരു സൈഡിലൂടെ ഈ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി പഴയ ഒരു ആപ്പിന്റെ പേര് മാറ്റി പുതിയ ആപ്പ് എന്നുള്ള നിലയ്ക്ക് ഫണ്ട് പിരിവ് ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതായത് വയനാട് ദുരിതബാധിതർക്കെല്ലാം ഞങ്ങൾ ഭൂമി കൊടുക്കും, ഞങ്ങൾ വ്യവസായത്തിന് പൈസ കൊടുക്കും, വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് ഫണ്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫണ്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലീഗും ടീമെല്ലാം കൂടി ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വാർത്താ സമ്മേളനമായിട്ട് വന്നു. അതും നമ്മുടെ പാണക്കാട് തങ്ങളുമായിട്ട്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിനോട് പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നത്. നേരത്തെ കവളപ്പാറയുമായി ബന്ധപ്പെട്ട് ലീഗ് വലിയ പണപ്പിരിവ് നടത്തിയിരുന്നല്ലോ. അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പല കഥകളൊക്കെ തള്ളി മറിക്കുന്നുണ്ടെങ്കിലും ആ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ കുഞ്ഞാപ്പയുടെ മറുപടി ഒന്ന് കേട്ടെ. ഈ കവളപ്പാറയിൽ ലീഗ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ദിവസം 4 വർഷമായിട്ടും പൂർത്തിയായില്ല എന്ന് പറഞ്ഞ ചില ആരോപണങ്ങൾ. ഈ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇത്ര സമയം കൊണ്ട് എന്നൊരു കാലഘടന ഇത് തീരുമാനമായാൽ എന്നൊരു തീരുമാനം ഇത് ചോദിക്കാൻ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ ഇതിപ്പോ നമ്മള് മറ്റേ വയനാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളിത് പിന്നെ വളരെ വേഗം ഒട്ടും താമസിയാതെ ഇപ്പൊ തന്നെ സമയബന്ധിതമായി ആദ്യം ചെയ്യാമെന്നാണ്. സ്ഥലം കിട്ടിയ നാളെ ചെയ്യാൻ റെഡിയായി നിൽക്കുക. താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താനാരാണെന്ന് താൻ എന്നോട് ചോദ്യം, അപ്പൊ താനാരാണെന്ന് ഞാൻ ആരാണെന്ന് ഞാൻ തനിക്ക് പറഞ്ഞു തരാം എന്നൊരു രീതിയില്ലേ ആ മറുപടി. ഒന്നുകൂടെ കേട്ടെ. ഈ കവളപ്പാറയിൽ ലീഗ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ദിവസം 4 വർഷമായിട്ടും പൂർത്തിയായില്ല എന്ന് പറഞ്ഞ ചില ആരോപണങ്ങൾ. ഈ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇത്ര സമയം കൊണ്ട് എന്നൊരു കാലഘടന ഇത് തീരുമാനമായാൽ എന്നൊരു തീരുമാനം ഇത് ചോദിക്കാൻ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ ഇതിപ്പോ നമ്മള് മറ്റേ വയനാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളിത് പിന്നെ വളരെ വേഗം ഒട്ടും താമസിയാതെ ഇപ്പൊ തന്നെ സമയബന്ധിതമായി ആദ്യം ചെയ്യാമെന്നാണ്. സ്ഥലം കിട്ടിയ നാളെ ചെയ്യാൻ റെഡിയായി നിൽക്കുക. കവളപ്പാറയ്ക്ക് വേണ്ടിയാണല്ലോ, വയനാടിന് വേണ്ടിയാണല്ലോ ഈ ഫണ്ട് പിരിവ്. അത് എപ്പോഴും വേണോ കവളപ്പാറയ്ക്ക് വേണ്ടി വയനാടിന് വേണ്ടി നമ്മൾ ഉടനടി അത് ചെയ്യുമല്ലോ. കവളപ്പാറയല്ലല്ലോ, ഇപ്പൊ വയനാടാണല്ലോ, മറ്റതാണല്ലോ, മറിച്ചതാണല്ലോ. ഈ രീതിയിലല്ലേ മറുപടി പറഞ്ഞത്. നല്ല ക്ലാരിറ്റിയുള്ള മറുപടിയാണ്. കാര്യം ആ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചിട്ടേ ഇല്ല. ഇച്ചിരി മട്ടൻ ബിരിയാണി ഞങ്ങളുടെ വീക്ക്നെസ് ആയി പോയത് തെറ്റാണോ? അതിപ്പോ കൈയിരിക്കുന്നത് ഫണ്ട് പിരിച്ച പൈസയാണെന്ന് ഞങ്ങൾ ഓർത്തില്ല. പിന്നെ റിയൽ എസ്റ്റേറ്റ്, അത് പിന്നെ നമ്മളെ ഒരു രക്തത്തെ അലിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടൊന്ന് ഭൂമി വാങ്ങിച്ച് മറിച്ച് വിൽക്കുക. എഞ്ചര് കവളപ്പാറ, നമ്മളെ കവളപ്പാറ, അത് ഉരുൾപൊട്ടൽ വരും പോവും. ഞമ്മക്കെത്തി ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഇത്തിരി കച്ചവടം നടത്തണം, അതിന്റെ പേരിൽ ഫണ്ട് പിരിച്ചെടുക്കണം, കാര്യങ്ങൾ ഉഷാറാക്കണം. ഈ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഇതിനേക്കാൾ നല്ല ഉദാഹരണം എന്താണ് വേണ്ടത്? ഇതല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ തലയിൽ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിയാൻ ശ്രമിക്കുകയാണ്. ആ ഭൂമി നഷ്ടപ്പെട്ടവർക്കെല്ലാം 6 ലക്ഷം രൂപ വെച്ച് അന്നത്തെ കാലഘട്ടത്തിൽ കൊടുത്തത് സർക്കാരാണ്. പിന്നെ ലീഗ് അവിടെ വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു പ്രദേശവാസിയുടെ പ്രതികരണം അന്ന് പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഈ കവളപ്പാറ പ്രദേശത്ത് യൂസുഫ് അലി പ്രഖ്യാപിച്ച വീട് അത് ലീഗിന്റെ ഒരു MP നേതൃത്വം നൽകി അദ്ദേഹത്തെ ഏൽപ്പിച്ച് നോക്കി നടത്താൻ വേണ്ടി, അതുകൊണ്ട് ലീഗ് വെച്ച വീടാക്കി മാറ്റുകയാണ്. ഇങ്ങനെ പുട്ടടിച്ച പല ഫണ്ടുകളുടെ കഥകൾ ഈ നാട്ടിൽ ചോദിക്കുമ്പോൾ ഇതുവരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. അത് ഗുജറാത്ത് ഫണ്ട് ആയിക്കോട്ടെ, കത്വ ഫണ്ട് ആയിക്കോട്ടെ, പലയിടത്തും ഫണ്ട് വെട്ടി എന്നുള്ള ആക്ഷേപങ്ങൾ നേരിടുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാം കൃത്യമായി ചെയ്യുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തൊരു വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇത്രയും വലിയ പ്രസംഗത്തിന്റെ ആവശ്യമില്ലായിരുന്ന ഒരു അസ്വാരസ്യത്തോടു കൂടി അദ്ദേഹം മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ നിന്ന് വരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. കാര്യം ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനത്തെ അഭിമുഖീകരിച്ചതെന്നും അപ്രതീക്ഷിതമായിട്ട് ആ ചോദ്യം വന്നപ്പോൾ പെട്ടുപോയതാണെന്ന് മനസ്സിലാക്കുകയാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ UDF-ഉം മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു അജണ്ട ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. കാര്യം അവർക്ക് ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക, അവരുമായി ബന്ധപ്പെട്ട്, അതായത് പാർട്ടിയുടെ ഉൾപാർട്ടി വിഷയങ്ങൾക്കപ്പുറം ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരെ ഒന്നും, അല്ലെങ്കിൽ ഇവർ ഇന്നലകളിൽ ചെയ്തോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഇല്ല, ചോദ്യങ്ങൾ ഒഴിവാക്കി നിർത്താനും അധികാരത്തിന് വേണ്ടി കുറച്ചു കാലം ഞങ്ങളെ സഹായിക്കണമെന്നുള്ള ഒരു നൈസ് അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചോദ്യം ഉയർന്നു വന്നാൽ ഇത്രയേ ഉള്ളൂ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്.